ഭക്ഷണം വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ജീവൻ്റെ നിലനിൽപ്പിന്. എന്നാൽ അത് അമിതമായാൽ നമ്മുടെ ആരോഗ്യത്തിന് വളരെ ഹാനികരവുമാണ്. ഇന്ന് ഒരുപാട് ആളുകൾ വയറ് സംബന്ധമായ ബുദ്ധിമുട്ടുകൾ പറയാറുണ്ട്. ഗ്യാസ് ട്രബിളാണ്, പുളിച്ചത് കെട്ടൽ, നെഞ്ചരിച്ചൽ, വയറുവേദന തുടങ്ങിയ ഒരുപാട് പ്രശ്നങ്ങൾ. ഇന്ന ഭക്ഷണം കഴിച്ചാൽ വയറിന് പ്രശ്നമാണ്, കടല കഴിക്കാൻ കഴിയുന്നില്ല, പരിപ്പ് കഴിക്കാൻ കഴിയുന്നില്ല, ഉരുളക്കിഴങ്ങ് കഴിക്കാൻ കഴിയുന്നില്ല, ഇങ്ങനെ തുടങ്ങി ഓരോ ഭക്ഷണങ്ങളെക്കുറിച്ച് പറയാറുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ ഇവിടെ പ്രതി ഈ പറഞ്ഞ ഭക്ഷണ പദാർത്ഥങ്ങളൊന്നുമല്ല, നമ്മൾ തന്നെയാണ്. നമ്മൾ തുടരുന്ന ഭക്ഷണ രീതി, അതാണ് ഇവിടെ മെയിൻ പ്രശ്നമായിട്ട് വരുന്നത്. പ്രശ്നക്കാരൻ നമ്മൾ തുടരുന്ന ഭക്ഷണ രീതിയാണ്. നമ്മൾ ഭക്ഷണം കഴിക്കേണ്ടത് സാധാരണ നമ്മൾ ടൈം ടേബിൾ പ്രകാരം നേരം വെച്ച് 3-4 നേരം ദിവസം ഭക്ഷണം കഴിക്കുന്നു. അതല്ല യഥാർത്ഥമായ ഭക്ഷണ രീതി എന്ന് പറയുന്നത്. നമുക്ക് എപ്പോഴാണോ വിശക്കുന്നത് അപ്പോൾ ഭക്ഷണം കഴിക്കുക. അങ്ങനെ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി നമ്മുടെ വിശപ്പ് തീർന്നു എന്ന് തോന്നിയാൽ ഭക്ഷണം കഴിക്കുന്നത് നിർത്തുക. വിശപ്പറിഞ്ഞു വേണം ഭക്ഷണം കഴിക്കാൻ. നമ്മുടെ ശരീരം നമ്മോട് വിശപ്പിലൂടെ ആവശ്യപ്പെടുകയാണ് നിങ്ങളുടെ ശരീരത്തിന് ഭക്ഷണം വേണമെന്ന്. ആ സമയത്ത് നമ്മൾ കൃത്യമായിട്ട് ഭക്ഷണം കൊടുക്കുക. ഇതാണ് ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ആരോഗ്യപരമായ രീതി. മറിച്ച് ഇന്ന് നമ്മൾ ചെയ്യുന്നത് നേരം വെച്ച് നന്നായി ഭക്ഷണം കഴിക്കുന്നു, വയറ് നിറയെ കഴിക്കുന്നു, അതും നല്ല ഹെവി ഫുഡാണ് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ അധ്വാനം കുറവാണ്. അധ്വാനത്തിനനുസരിച്ചാണ് നമുക്ക് വിശപ്പ് ഉണ്ടാകുന്നത്. അപ്പോൾ നന്നായി അധ്വാനിക്കുന്നവർ നന്നായി ഭക്ഷണം കഴിക്കണം. തീരെ അധ്വാനിക്കാത്ത ആളുകൾ അതിനനുസരിച്ച് ഭക്ഷണം കഴിക്കണം. നമ്മുടെ വിശപ്പ് മാറ്റാനുള്ളതാണ് ഭക്ഷണം എന്ന് മനസ്സിലാക്കുക. പഴയ ആളുകൾ പറയാറുണ്ട്, എല്ലുമുറിയെ പണിയെടുത്താൽ പല്ലുമുറിയെ തിന്നാം. നമ്മൾ പല്ലുമുറിയെ തിന്നുന്നുണ്ട്, പക്ഷെ എല്ലുമുറിയെ പണിയെടുക്കുന്നില്ല. ഇവിടെയാണ് പ്രശ്നം വരുന്നത്. അപ്പോൾ നമുക്ക് എപ്പോഴാണോ വിശപ്പ് തോന്നുന്നത് അപ്പോൾ ഭക്ഷണം കഴിക്കുന്ന ഒരു രീതി തുടർന്നാൽ വയറു സംബന്ധമായ ഒരു രോഗത്തിനും നമ്മൾ ചികിത്സിക്കേണ്ടി വരില്ല. മാത്രമല്ല, ആ ഒരു രീതി തുടർന്നാൽ വലിയ മാരകമായ രോഗങ്ങൾ വരാതിരിക്കാനും ഇത് സഹായിക്കും. അപ്പോൾ പ്രത്യേകം ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.